മിഴിച്ചു നിൽക്കുന്ന അവളുടെ കയ്യിൽ നിന്നും കീ വാങ്ങി അവൻ ലോക്ക് തുറന്നു. വരുന്നേൽ വാ ഇങ്ങോട്ട്. അവളെ തട്ടിക്കൊണ്ടവൻ അകത്തേക്ക് കയറി. ഞെട്ടലോടെ അവൾ അവനെ നോക്കി. അകത്ത് കയറി അവൻ ബാഗ് കബോർഡിന് കീഴെ വച്ച് കബോർഡിൽ ഒരു പാളി തുറന്നു ഡ്രസ്സുകൾ അടുക്കാൻ തുടങ്ങി. അവൾ മിഴിച്ചു തന്നെ നിന്നു. എൻ്റെ മഹാദേവ, ഇതിപ്പോ ഒരു റൂമിലാണ് താമസമെങ്കിൽ. അവളുടെ ഉള്ളിൽ 3 നിസ്സഹായ മുഖങ്ങൾ തെളിഞ്ഞു. ഹലോ, ഇന്നവിടെ നിന്ന് നേരം വെളുപ്പിക്കാനാണോ തീരുമാനം? അല്ല. എന്നാ പിന്നെ കയറി കഥ കടയ്ക്കാൻ നോക്ക്, വെറുതെ. അവൻ ശുണ്ഠിയോടെ പറഞ്ഞതും അവൾ മെല്ലെ അകത്തേക്ക് കയറി. അവൻ അടുക്കിയ ഡ്രസ്സിൽ നിന്നും ഒരു 3/4 ടീഷർട്ടും എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി. അയ്യോ, അവൾ പെട്ടെന്ന് നിലവിളിച്ചു. എന്താ? അത് ഞാൻ അവിടെ എൻ്റെ ഡ്രസ്സ്. അതൊന്നും സാരമില്ല, എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട്. ഞാനൊന്ന് കുളിച്ചിട്ട് വേഗം വരാം. അതല്ല സർ. അവൻ പെട്ടെന്ന് അവളെ കൂർപ്പിച്ചു നോക്കി. അവൾ മുഖം കുനിച്ചതും അവൻ ബാത്റൂമിൽ കയറി. നല്ല വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നത് കണ്ടതും അവൻ്റെ ചുണ്ടിൽ ഒരു മന്ദഹാസം. റൂം തുറന്നപ്പോഴേ മനസ്സിലായതാണ് അടുക്കും ചിട്ടയുമുള്ള കൂട്ടത്തിലാണെന്ന്. ബാത്റൂമിൽ കയറിയപ്പോൾ വൃത്തിയുടെ കാര്യത്തിലും 100% മാർക്ക് കൊടുക്കാം. അവൻ ഡ്രസ്സ് മാറി തൂക്കാൻ തുടങ്ങിയതും നനച്ചിട്ടിരുന്ന അവളുടെ ഇന്നർ കണ്ണിൽപ്പെട്ടു. അവനൊന്ന് മിഴിച്ചു നിന്നു. ഓ, ഇതാണ് അയാൾ നിലവിളിച്ചതിന് കാരണം. എന്നാലും ഒന്നും ഓർക്കാതെ ഇറങ്ങി പുറപ്പെടണ്ടായിരുന്നു. ഒറ്റയ്ക്കാണല്ലോ എന്ന സ്വാതന്ത്ര്യത്തിലാകും അലക്കി വിരിച്ചത്. ഇതിപ്പോ അവനൊന്ന് ആലോചിച്ച ശേഷം ഡ്രസ്സ് ചെയ്തുകൊണ്ട് പുറത്തേക്കിറങ്ങി. അവൾ കുനിഞ്ഞു തന്നെ നിൽക്കുന്നു. അവൻ പെട്ടെന്ന് ഫോണെടുത്ത് കാതോട് ചേർത്ത് തിരിഞ്ഞ് ബാൽക്കണിയിലേക്ക് ഇറങ്ങി. ആ തക്കം നോക്കി അവൾ ഒറ്റ ഓട്ടത്തിന് ബാത്റൂമിൽ കയറി തൻ്റെ പ്രോപ്പർട്ടി എടുത്ത് പുറത്തെത്തി. അത് വീക്ഷിച്ചവൻ കോൾ കട്ടാക്കി എന്ന പോലെ ടേബിളിൽ ഫോൺ വെച്ചുകൊണ്ട് വീണ്ടും ബാത്റൂമിൽ കയറി വാതിൽ ലോക്കിട്ടു. അവൻ ഡ്രസ്സ് മാറി ഹാങ് ചെയ്ത് ഷവറിനടിയിൽ നിന്നു. ബോഡി ലോഷൻ നോക്കിയപ്പോൾ ഗ്ലാസ് ടൈപ്പ് ഒരു സോപ്പാണ് പകരം അവിടെ ഇരിക്കുന്നത്. ഷെടാ, ഇതും മാറ്റിയോ? വേറെ നിവർത്തിയില്ലാഞ്ഞ് അവൻ അവളുടെ പിയേഴ്സ് സോപ്പിട്ട് കുളിച്ചു തുടങ്ങി. എൻ്റെ മഹാദേവ, നീ കാത്തു. അവൾ നെഞ്ചിൽ കൈവച്ച് ബെഡിലേക്കിരുന്നു. അയ്യോ, ഇതിപ്പോൾ എന്താ ചെയ്യുക? അവൾ ബെഡിലേക്ക് നോക്കി, പിന്നെ ചുറ്റും ഒന്ന് നോക്കി. അവൾ താൻ ഉപയോഗിച്ച ബെഡ്ഷീറ്റും പില്ലോയും മാറ്റി പകരം മറ്റൊന്ന് വിരിച്ചു. ആ ബെഡ്ഷീറ്റ് ചെയറിൽ വെച്ചുകൊണ്ട് മാറി നിന്നു. കുളിച്ചു കഴിഞ്ഞപ്പോഴാണ് മഹിക്ക് തൻ്റെ അമളി മനസ്സിലായത്. ഇടാനുള്ള ഡ്രസ്സ് എടുത്തു, ബട്ട് ടവൽ എടുക്കാൻ മറന്നു. അവൻ വോളിലിടിച്ചു. ഇങ്ങനെ നിന്നിട്ടെന്താ, ഒരാളുണ്ടല്ലോ, ഒരു ചെറിയ ഹെൽപ്പല്ലേ, ചോദിച്ചു നോക്കാം. അവൻ മെല്ലെ ഡോർ ലോക്കെടുത്തു. ഡോ ചാന്ദിനി. ഞാനിവിടെ ഉണ്ട്. എടോ, ഞാൻ ടവൽ എടുക്കാൻ മറന്നു. അവൾ മിഴിച്ചു നിന്നുപോയി. എൻ്റെ കബോർഡിലിരിപ്പുണ്ട്, ഒരെണ്ണം എടുത്തു തരൂ. അയ്യോ, ഞാനോ? അവളുടെ പതറിയ ശബ്ദം. താനല്ലടോ ഇപ്പം ഇവിടെ ഉള്ളത്, അപ്പോൾ പിന്നെ തനിക്കൊന്ന് ഹെൽപ്പ് ചെയ്താ എന്താ? അവന് ദേഷ്യം വന്നു തുടങ്ങി. അത് ഞാൻ നോക്കട്ടെ. അവൾ അവൻ്റെ ഡ്രസ്സ് വെച്ച കബോർഡിനരികിൽ നിന്നുകൊണ്ട് ഓരോന്നും നോക്കി ടവൽ കണ്ടതും വിറയ്ക്കുന്ന കൈകളോട് അതെടുത്തു. എൻ്റെ മഹാദേവ, എന്തൊക്കെയാ നീ എന്നെക്കൊണ്ട് ചെയ്യിക്കണേ? അവൾ അതുമായി ബാത്റൂമിൻ്റെ മുന്നിൽ വന്ന് നിന്നു. സർ. അയ്യോ, അല്ലല്ലോ, ഇതിപ്പോൾ എന്ത് കുന്താ വിളിക്കുക? എന്താടോ പിറുപിറുക്കുന്നേ? കിട്ടിയോ? കിട്ടി. എന്നാൽ ഇങ്ങോട്ട് തന്നൂടെ? അവൻ്റെ ക്ഷമയില്ലാത്ത ശബ്ദം കേട്ടതും അവൾ വാതിൽ പഴുതിലൂടെ കൈ ഇത്തിരി അകത്തേക്ക് കയറ്റി. വിറയ്ക്കുന്ന കൈകൾ അകത്തേക്ക് വന്നതും ഒരു നിമിഷം അവൻ ആ കൈകൾ നോക്കി നിന്നു. വെളുത്തു മെലിഞ്ഞ കൈകൾ, അതിൽ കറുത്ത ചരട് കിട്ടിയിട്ടുണ്ട്. നീണ്ട വിരലുകൾ, വൃത്തിയുള്ള നഖങ്ങൾ. അവൻ ടവലെടുത്തതും ആ വിറയ്ക്കുന്ന കൈ പെട്ടെന്ന് ഉൾവലിഞ്ഞു. അത് കണ്ടപ്പോൾ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞോ? ആവോ, ഞാൻ കണ്ടില്ല. ഓൻ ബാത്റൂമിലല്ലേ, എങ്ങനെ ഒളിഞ്ഞു നോക്കുക? ഞാൻ അത്തരക്കാരിയല്ല. അവൻ ഫ്രഷായി ഇറങ്ങി വരുമ്പോൾ അവളെ റൂമിൽ കണ്ടില്ല. ബാൽക്കണിയിലേക്കുള്ള ഗ്ലാസ് ഡോർ തുറന്നു കിടക്കുന്നുണ്ട്. അവൻ എത്തി നോക്കിക്കൊണ്ട് കണ്ണാടിക്ക് മുന്നിൽ പോയി സ്റ്റൈൽ നോക്കി. ഇല്ലാത്ത മീശയൊന്ന് പിരിച്ചു. അത് കണ്ടുകൊണ്ടാണ് ചന്തു അകത്തേക്ക് വന്നത്. ചുണ്ടിൽ നേരിയ ചിരി വിരിഞ്ഞെങ്കിലും അത് മറച്ചുകൊണ്ട് അവൾ ചെയറിലേക്കിരുന്നു. അവൻ കണ്ണാടിയിൽ കൂടി അവളെ ഒന്ന് നോക്കി.
മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. ചുരിദാറിൻ്റെ തുമ്പിൽ വിരൽ ചുരുട്ടുന്നുണ്ട്. താൻ റൂമിൽ വന്നത് പിന്നെ ആളൊട്ടും കംഫർട്ടല്ല എന്നവൻ മനസ്സിലാക്കി. അവളുടെ കണ്ണുകൾ കൂടെ കൂടെ ബാത്റൂമിലേക്ക് പാളി വീഴുന്നുണ്ട്. അവന് കാര്യം പിടികിട്ടി. എടോ, ഞാൻ താഴേക്ക് പോവാ, താൻ വരുന്നുണ്ടോ? ഇല്ല, പോയിട്ട് വരൂ. അവൻ നേരെ റൂമിന് പുറത്തിറങ്ങി വാതിൽ ചാരി. അവൾ ആശ്വാസത്തോടെ തൻ്റെ ഡ്രസ്സും എടുത്ത് ബാത്റൂമിൽ കയറി. പുറത്ത് ഭിത്തിയിൽ ചാരി നിന്ന അവൻ്റെ ചുണ്ടുകൾ മെല്ലെ പറഞ്ഞു, സോറി ചാന്ദിനി, എനിക്കിതല്ലാതെ വേറെ വഴിയില്ല. അവൻ മെല്ലെ കണ്ണുകൾ അടച്ചു പിടിച്ചു. മനസ്സിലേക്ക് പച്ചപ്പുല്ല് വളർന്നു നിൽക്കുന്ന വിതയ്ക്കാത്തൊരു പാടം ഓടിയെത്തി. അറിയാതെ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. രോഹി, നീ അവളെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടോ? ആടാ, കൊണ്ടുവിട്ടു. എടാ, അവൾ പോയത് നന്നായെന്നേ ഞാൻ പറയൂ. എൻ്റെ ഫ്രണ്ട് നന്നായി ജീവിച്ചു കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിനക്ക് ചേർന്ന പെണ്ണല്ല അവൾ. അജു, നിനക്കറിയില്ലേടാ അവളെ എനിക്ക് എന്തുമാത്രം ഇഷ്ടമാണെന്ന്. എനിക്കുറപ്പുണ്ട് എൻ്റെ സ്നേഹം മനസ്സിലാക്കി അവൾ തിരിച്ചു വരുമെന്ന്. ഇല്ലെങ്കിൽ? അർജുൻ്റെ ചോദ്യം കേട്ടതും രോഹിത് ഒന്ന് ഞെട്ടി. എന്താ ചോദിച്ചത് കേട്ടില്ലേ? അവൾ തിരികെ വന്നില്ലെങ്കിൽ നീ എന്താ ചെയ്യാൻ പോകുന്നേ എന്ന്. അവൾ വരും, എനിക്കുറപ്പുണ്ട്. കോപ്പാണ്. എടാ, അവളുടെ ലക്ഷ്യം അവളുടെ മുറച്ചക്കനൊന്നുമല്ല, അവൻ്റെ കോടികളുടെ മുതലാണ്. നിനക്ക് കോടികൾ പോയിട്ട് കോടിമുണ്ട് പോലും ഇല്ല. അങ്ങനെയുള്ള നിന്നെ അവൾ ജീവിതത്തിലേക്ക് കൂട്ടുവോ? എനിക്ക് തോന്നില്ല രോഹി. എടാ, ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് ആത്മാർത്ഥ പ്രണയമൊന്നുമല്ല വേണ്ടത്, ലൈഫ് സെറ്റിലാക്കാനുള്ള പണവാ. അതുണ്ടോ എന്തും സഹിച്ച് കൂടെ നിൽക്കും. എടാ, അത് അവൾ അങ്ങനെയല്ല. അവൾക്ക് പറ, നീ പറ. എടാ, അവൾക്ക് അവളുടെ മുറച്ചക്കനെ അത്ര ഇഷ്ടമാണ്. ഇവിടെ നിൻ്റെ കൂടെ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. അവൻ്റെ ഒരു ലച്ചൂസ്. അജു പുച്ഛിച്ചു. രോഹി ദയനീയമായി അവനെ നോക്കി. അത് കണ്ടതും അജുവിന് ഒരു ചെറിയ വിഷമം. എടാ രോഹി, വിട്ട് കളയടാ. നീ അവളെ പ്രതീക്ഷിക്കരുത്. പിന്നെ എല്ലാം മറന്ന് നിൻ്റെ അടുത്തേക്ക് നിൻ്റെ മാത്രം പെണ്ണായി അവൾ വരികയാണെങ്കിൽ അപ്പം നോക്കാം. പക്ഷെ അതും സ്വപ്നം കണ്ട് നിൻ്റെ ജീവിതം പാഴാക്കരുതെന്നേ എനിക്ക് പറയാനുള്ളൂ. എടാ, നാളെയല്ലേ DTHൽ ഇൻ്റർവ്യൂ? അതെ. എന്നാ നീ ഇപ്പോൾ അതേപ്പറ്റി മാത്രം ആലോചിക്ക്. ജോലി വാങ്ങി വേഗം സെറ്റിലാവാൻ നോക്ക്. പണം കയ്യിൽ വന്നാ ബാക്കിയൊക്കെ തനിയെ വന്നോളും. അർജുൻ്റെ വാക്കുകൾ രോഹി ശ്രദ്ധിച്ചു. ശരിയാണ്, പണമുണ്ടെങ്കിൽ ഈ ലോകത്തെന്തും നേടാം. ടേബിളിലിരിക്കുന്ന കുഞ്ഞു നോക്കിയ ഫോൺ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അകത്തേക്ക് വന്ന മഹിയുടെ കണ്ണുകൾ അതിൽ പാളി വീണു. പാറു എന്ന് കണ്ടതും അവൻ റൂമിൽ മുഴുവൻ നോക്കി. അവളെ കാണാഞ്ഞതും അവനൊന്ന് ആലോചിച്ചു. എടുക്കണോ? ആലോചിച്ച് നിന്നപ്പോഴേക്ക് കോൾ കട്ടായി. അവൻ തിരിയാൻ തുടങ്ങിയതും വീണ്ടും റിങ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ അവൻ പെട്ടെന്ന് ആൻസർ ബട്ടൺ കൊടുത്ത് കാതിൽ വെച്ചു. വല്യേച്ചി, പവിയ, ഒരു പെൺകുട്ടിയുടെ സ്വരം. മഹി കാതു കൂർപ്പിച്ചു. ഇന്നലെ പിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ലല്ലോ. എന്താ വല്യേച്ചി മിണ്ടാത്തേ? കേൾക്കുന്നോ? മഹി മെല്ലെ ഒന്ന് മൂളി. വല്യേച്ചി, അമ്മയ്ക്ക് ഇന്നലെ തീരെ വയ്യായിരുന്നു. ശരത്തേട്ടൻ ഇന്നലെ വൈകുന്നേരം ആശുപത്രി കൊണ്ടുപോയി. എന്നെ കൊണ്ടുപോയില്ല വല്യേച്ചി. അമ്മയ്ക്ക് നല്ല പനിയാ, അതുകൊണ്ട് എന്നെ അടുത്തേക്ക് വിടുന്നില്ല. കൊച്ചേച്ചി അമ്മയെ നോക്കുന്നേ. വല്യേച്ചിക്ക് സുഖാണോ? പിന്നെ വിഷമിക്കണ്ട കേട്ടോ, ഇവിടെ എല്ലാത്തിനും ശാരദമ്മയും ശരത്തേട്ടനും ഉണ്ടല്ലോ. ഇപ്പൊ കൊച്ചേച്ചി കാണാതെ വിളിക്കുവാ. അമ്മയ്ക്ക് വയ്യെന്ന് വല്യേച്ചിയോട് പറയല്ലേ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചു പറഞ്ഞെന്നറിഞ്ഞ കൊച്ചേച്ചി എന്നെ കൊല്ലും. അയ്യോ, ദോ വരുന്നുണ്ട്, വയ്ക്കുവാണേ ഉമ്മ. ഫോൺ കട്ടായതും മഹി ആലോചിച്ച് നിന്നു. പിന്നെ ഫോണെടുത്ത് രഘുവിനെ വിളിച്ചുകൊണ്ട് ബാൽക്കണിയിലേക്ക് ഇറങ്ങി. എന്താ മോനെ? അങ്കിൾ, ചാന്ദിനിയുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാ? മോനെ, അതൊരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാ. അതിൻ്റെ അച്ഛൻ നേരത്തെ അങ്ങ് പോയി. അയാൾ കാര്യങ്ങൾ വിശദീകരിച്ചു. മഹിയുടെ മുഖം വല്ലാതെയായി. അങ്കിൾ, ആ കുട്ടിയുടെ സർജറി എത്രയും വേഗം നടക്കണം. അതിനുള്ള ഏർപ്പാട് ചെയ്യൂ. പിന്നെ ആ പയ്യനില്ലേ, ശരത്തോ? ആ, അവൻ ആളെങ്ങനെ? അയ്യോ മഹി, അതൊരു പാവാ. അവനും അമ്മയുമാ അവർക്കൊരു സഹായം. നാളെ തന്നെ അങ്കിൾ
ആ പയ്യനെ കാണ്. സർജറിക്കുള്ള കാര്യങ്ങൾ സ്പീഡപ്പ് ആക്കിക്കോളൂ. ശരി മോനെ. അങ്കിൾ, ഒരു കാര്യം കൂടി. എന്താ മോനെ? ഇതൊന്നും ഞാനല്ല, അങ്കിളാണ് ചെയ്യുന്നത്. മഹി അത്? ഓക്കെ അങ്കിൾ. അവൻ ഫോൺ കട്ടാക്കി തിരികെ റൂമിലേക്ക് നടന്നു. ഓപ്പൺ ടെറസിൽ തുണി വിരിച്ചു വരുന്ന ചന്തുവിനെ കണ്ടപ്പോൾ മഹി ഒന്ന് നിന്നു. ലൈറ്റ് ബ്ലൂ സിമ്പിൾ ചുരിദാർ, മുടി ടവലിൽ പൊതിഞ്ഞിട്ടുണ്ട്. കുറച്ചു മുടി മുഖത്തേക്ക് അലസമായി കിടപ്പുണ്ട്. നനവ് പടർന്ന വെളുത്ത കഴുത്തും മുഖവും. ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ അവളിൽ തങ്ങി നിന്നുപോയി. അവൾ അവനെ ഒന്ന് നോക്കി. അവൻ അരികിലൂടെ നടന്നുപോയി. ചന്ദനത്തിൻ്റെയും പിയേഴ്സിൻ്റെയും മണം അവൻ്റെ മൂക്കിലേക്ക് തുളച്ചു കയറി. അവൻ്റെ കണ്ണുകൾ മാടിയടഞ്ഞുപോയി. അവൾ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടപ്പോഴാണ് അവന് സ്ഥലകാലബോധം വീണത്. പുറത്തേക്ക് പോകാൻ ഒരുങ്ങുന്ന അവളെ അവൻ പിന്നിൽ നിന്നും വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കി. തൻ്റെ ഫോൺ റിങ് ചെയ്തു. 2ാം തവണയും കോൾ വന്നപ്പോൾ ഞാനെടുത്തു. തൻ്റെ അനിയത്തിയായിരുന്നു. കുറേ വിശേഷമൊക്കെ പറഞ്ഞു. പിന്നെ ആരോ വരുന്നു എന്നും പറഞ്ഞു വച്ചു. അവളൊന്ന് ചിരിച്ചു. ഏറ്റവും ഇളയ ആളാ, കുറുമ്പി. അവളുടെ ആ ചിരിക്ക് മഴവില്ലിൻ്റെ അഴകുള്ളതുപോലെ മഹിയുടെ കണ്ണുകൾ ഒരു നിമിഷം വിടർന്നു. അവൾ കിച്ചണിൽ ചെല്ലുമ്പോൾ മഹേശ്വരി അമ്മ തിരക്കിട്ട ജോലിയിലാണ്. അമ്മേ. അവർ കനത്തിലൊന്ന് മൂളി. ഞാൻ സഹായിക്കട്ടെ? മടിയോടെ അവൾ ചോദിച്ചു. വേണ്ട, എൻ്റെ ലച്ചുവിന് ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാ ഇഷ്ടം. അവളുടെ അമ്മ പോലും കൈവച്ചാ അവൾ കഴിക്കില്ല. പിന്നല്ലേ നീ? വല്ലതും വേണമെങ്കിൽ എടുത്ത് പോവാൻ നോക്ക്. അവരുടെ ആ പെരുമാറ്റം അവളെ വേദനിപ്പിച്ചു. നിറഞ്ഞ കണ്ണുകൾ ഒളിപ്പിച്ച് അവൾ തിരികെ സ്റ്റെപ്പ് കയറി. സ്റ്റെയറിൽ കൈകൾ പിണച്ചു കെട്ടി അവളെ നോക്കി നിൽക്കുന്ന മഹിയെ കണ്ട് അമ്പരന്നു. എന്താടോ? ഒന്നുമില്ല. അവൾ സൈഡിലൂടെ പോകാൻ തുടങ്ങി. അവൻ പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. അവൾ മിഴികൾ ഉയർത്തി. കരഞ്ഞോ? തല വിലങ്ങനെ ചലിപ്പിച്ചു. കരട് പോയതാ. ആ, ഇവിടിത്തിരി വലിയ ഇനം കരടുകളുണ്ടേ, സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ. അവൻ അവളെ കൈകളിൽ പിടിച്ച് താഴേക്ക് സ്റ്റെപ്പുകൾ ഇറങ്ങി. ഞാൻ റൂമിൽ. ഒന്നും കഴിക്കാതെയോ? എനിക്ക് നല്ല വിശപ്പ്. എന്തെങ്കിലും കഴിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ എങ്ങനെ ഉറക്കം വരും? അവൻ്റെ കണ്ണിൽ കുസൃതിയാണോ, കുറുമ്പാണോ, അതോ മറ്റെന്തോ തീരുമാനമാണോ? അവൾക്ക് മനസ്സിലായില്ല. വാടോ. അവൻ അവളുമായി കിച്ചണിൽ കയറി. ചന്തു. ആ സ്നേഹം നിറഞ്ഞ വിളി കേട്ടതും അവൾ ഞെട്ടിപ്പോയി. മഹേശ്വരി അമ്മ കണ്ണുകളിൽ ദേഷ്യം നിറച്ചു തിരിഞ്ഞു. അവൻ സ്ലാബിലേക്ക് ചാടി കയറിയിരുന്നു. അവളെ നോക്കി. പിന്നെ അവളുടെ കയ്യിൽ പിടിച്ചു. അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് 2 ഷോൾഡറിലും കൈ നീട്ടിവെച്ചു. അവളുടെ ഉള്ളു വിറച്ചുപോയി. ചന്തു, എനിക്കിന്ന് നിന്റെ കൈകൊണ്ട് സ്നേഹത്തോടെ ഉണ്ടാക്കിയ ഭക്ഷണം വേണം. ഉള്ളിൽ വിഷം നിറച്ച് പാകം ചെയ്തവ കഴിച്ചാ ദഹിക്കില്ല ചന്തു. എൻ്റെ മോള് മഹിയേട്ടന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്ക്. മഹിയേട്ടൻ്റെ ഇവിടെ തന്നെ ഇരിക്കാം. പിന്നെ നമുക്ക് 2 വേണ്ടി മാത്രം. നീ ഇവിടെ ആരുടെയും വേലക്കാരിയല്ല. അവർക്ക് വേണ്ടത് അവർ ചെയ്തോളും. മനസ്സിലായോ? വായ അല്പം തുറന്നു പിടിച്ചു നിൽക്കുന്ന അവളെ കണ്ടതും അവൻ ചെല്ല് എന്നും പറഞ്ഞ് അവളുടെ കവിളിലൊന്ന് തട്ടി. അവൾ അറിയാതെ തലയാട്ടിപ്പോയി. അവൻ്റെ ഇരുപ്പും ഭാവവും കണ്ട് മഹേശ്വരി അമ്മ കള ഒഴിഞ്ഞു കൊടുത്തു. അവർ ചാടിത്തുള്ളിപ്പോയതും അവൾ പേടിയോടെ മഹിയെ ഒന്ന് നോക്കി. അവൻ ചുമ്മാ എന്ന് കണ്ണുകൾ അടച്ചു കാട്ടി. കൈകൾ കൊണ്ട് ചെയ്തോ എന്ന് കാണിച്ചുകൊണ്ട് അവൻ ഭിത്തിയിലേക്ക് ചാരി. സാധനങ്ങൾ എവിടെയൊക്കെയാണെന്നും പറഞ്ഞു കൊടുത്തും അവൾ ചെയ്യുന്നത് ഓരോന്നും എത്ര വൃത്തിയോടെയും കൃത്യതയോടെയുമാണെന്നുമൊക്കെ അവൻ നോക്കിക്കണ്ടിരുന്നു. അവൾ ഉണ്ടാക്കിയ ചപ്പാത്തിയും കുറുമയും വായിലേക്ക് വച്ചവൻ മെല്ലെ കണ്ണുകൾ അടച്ചു പിടിച്ചു. അവളുടെ മുഖത്ത് നിറഞ്ഞ ടെൻഷൻ. മഹാദേവാ, കാക്കണേ. അവൻ കണ്ണു തുറന്നു. അവളെ നോക്കി ചിരിച്ചു. നന്നായിട്ടുണ്ട്. അവളുടെ മുഖം തെളിഞ്ഞു. കഴിക്ക്. അവൾക്ക് വിളമ്പിക്കൊണ്ടവൻ പറഞ്ഞു. അവിടെ കോടി വന്ന ദേവു അവരെ നോക്കി. എന്നെ എന്താ വിളിക്കാത്തേ? ദേവു, ഞാനും ചന്തുവും മാത്രമുള്ള ടൈമിൽ നീ എന്തിനാ ഇടയിൽ വരുന്നത്? അവൻ്റെ മുഖം കടുത്തു. അവൾ ചന്തുവിനെ നോക്കി. എനിക്കും തരുവോ? അവൾ ചിരിയോടെ തലയാട്ടി. ദേവു മഹിയെ പുച്ഛിച്ചുകൊണ്ട് ചന്തുവിൻ്റെ അരികെ ചെന്ന് നിന്നു. ചന്തു പ്ലേറ്റ് നീക്കി കൊടുത്തു. ഇങ്ങനെ വേണ്ട,
ഒരു കഷ്ണം വായി വെച്ച് തന്നാ മതി. അവളുടെ പറച്ചിൽ കേട്ട് ചന്തു ഞെട്ടി. മഹിയും ദേവുവിനെ പകച്ചു നോക്കി. അത് എനിക്കിഷ്ടായി ഈ പൂച്ചക്കുട്ടിയെ. തന്നോ? ആ. അവൾ വായ തുറന്നു. ചന്തു മഹിയെ നോക്കി. അവൻ മെല്ലെ തല ചലിപ്പിച്ചു. ചന്തു സന്തോഷത്തോടെ അവൾ കൂട്ടി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. നല്ല ടേസ്റ്റാണല്ലോ. മഹിയേട്ടൻ്റെ ഭാഗ്യം. ഞാനിപ്പോൾ എന്ത് സമ്മാനാ തരിക? ദേവ് കവിളിൽ വിരൽ കുത്തി ആലോചിച്ചു. പിന്നെ പെട്ടെന്ന് അവളുടെ കവിളിൽ അമർത്തിയൊരു ഉമ്മ വെച്ചു. ചന്തു വിടർന്നു ചിരിച്ചു. ദേവും. മഹി പെട്ടെന്ന് മുഖം കുനിച്ചു പിടിച്ചു. ദേവോ! ഒരലർച്ച. മൂവരും ഞെട്ടി വാതിലിലേക്ക് നോക്കി. ദേവദേവൻ. ദേവു ദേഷ്യത്തോടെ അയാളെ നോക്കി. അച്ഛൻ എന്താ? ഞാൻ ഇവിടല്ലേ നിൽക്കുന്നേ. ഇത്ര ഒച്ച വേണോ? നീ ഇതെന്ത് ഭാവിച്ചാ ദേവു? ചന്തുവിനെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് ദേവൻ ചോദിച്ചു. ഞാൻ എന്ത് ചെയ്തെന്നാ അച്ഛൻ പറയുന്നേ? ആവശ്യമില്ലാത്തവരോട് കൂടുതൽ അടുപ്പം കാണിക്കാൻ നിൽക്കണ്ട. നാളത്തോടെ എല്ലാത്തിനും ഒരു തീരുമാനമാകും. ദേവൻ വല്ലാത്തൊരു രീതിയിൽ പറഞ്ഞതും മഹി ചാടി എണീറ്റു. ഇപ്പം ഇവിടെ ആവശ്യമില്ലാത്ത ഒരാളുണ്ടെങ്കിൽ അത് നിങ്ങൾ മാത്രമാ. ഞാൻ താലി കെട്ടിയ പെണ്ണിനെ എൻ്റെ തറവാട്ടിലാണ് ഞാൻ കൊണ്ടുവന്നത്. ഇവിടെ അവളെ ഉൾക്കൊള്ളാൻ കഴിയാത്തവർ ഇപ്പോൾ ഈ നിമിഷം ഇറങ്ങിക്കോണം. അല്ലാതെ അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാ. വിരൽ ചൂണ്ടി നിന്ന് അവൻ വിറച്ചു. അവൻ്റെ ആ മുഖം കണ്ട് ഏവരും ഭയന്നു. അവൻ പെട്ടെന്ന് ചന്തുവിൻ്റെ കയ്യിൽ പിടിച്ച് മേലേക്ക് നടന്നു. മണിക്കൂറുകൾ മാത്രമാണ് ആ താലിയുടെ ആയുസ്. ദേവൻ പുച്ഛത്തോടെ പറഞ്ഞു. ദേവു അയാളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ടേബിളിൽ നിന്നും പ്ലേറ്റ് എടുത്ത് നടന്നു. റൂമിലെത്തിയ മഹി അവളുടെ കയ്യിലെ പിടിവിട്ടു. അവൻ ബെഡിലേക്കിരുന്നു. അവൻ്റെ മുഖം ചുവന്നു വിറച്ചു. കുറച്ചു സമയം അവൻ കണ്ണുകൾ അടച്ചു പിടിച്ചു. നിമിഷങ്ങൾ കഴിഞ്ഞ് കണ്ണുകൾ തുറന്നു. ഭയന്ന് നിൽക്കുന്ന ആ പെണ്ണിനെ നോക്കി. ഡോ, നാളെ ഇവിടേക്ക് ഒരാൾ കൂടി വരും. എൻ്റെ അമ്മാവൻ്റെ മകൾ ഐശ്വര്യലക്ഷ്മി. ഒരിക്കലും അവളുടെ മുന്നിൽ താൻ തലകുനിച്ച് നിൽക്കരുത്. ദേവു അല്ല ലച്ചു. അവളുടെ മുന്നിൽ പാവമായിട്ട് നിന്നാൽ എനിക്കെപ്പോഴും തനിക്ക് കാവൽ നിൽക്കാൻ കഴിയില്ല. താൻ കുറച്ചുകൂടി ബോൾഡാകണം. എല്ലാവരുടെയും മുന്നിൽ താൻ മഹേശ്വരൻ്റെ ഭാര്യയാണ്. അതിൻ്റെ പവർ താൻ കാണിക്കണം. കാണിച്ചേ പറ്റൂ. ഇവിടെ കുറേ നാടകീയ രംഗങ്ങൾ അരങ്ങേറാൻ പോകുന്നു. താൻ തളരരുത്. എൻ്റെ ഒപ്പം പിടിച്ചു നിൽക്കണം. അവൻ്റെ ആ വാക്കുകൾ അവൾ മെല്ലെ തലയാട്ടി. നേരം ഒരുപാടായി, കിടക്കാം. അവൻ്റെ ചോദ്യം കേട്ട് അവൾ തലയാട്ടി. താനിവിടെ കിടന്നോ, ഞാൻ നിലത്ത് കിടന്നോളാം. അയ്യോ വേണ്ട, ഞാനിവിടെ കിടന്നോളാം. അവൾ ചെയറിൽ നിന്നും തൻ്റെ ബെഡ്ഷീറ്റ് എടുത്ത് നിലത്തേക്ക് വിരിച്ചു. അവനെ ഒന്ന് നോക്കി ചെരിഞ്ഞു കിടന്നു. ആ പാവം പെണ്ണിൻ്റെ കിടപ്പ് നോക്കി അവൻ ഒരു നിമിഷം ഇരുന്നു. നിനക്കൊന്നും സംഭവിക്കില്ല. അതിന് ഞാൻ അനുവദിക്കില്ല. ഇനിയൊരു മരണം അതുണ്ടാകില്ല. മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവൻ കിടന്നു. മണിക്കൂറുകൾ കടന്നുപോയി. രാത്രിയുടെ ഭീകരതയെ കീറി മുറിച്ചുകൊണ്ട് തറവാടിനു മുന്നിൽ പൊടി പറത്തിക്കൊണ്ട് ഒരു കാർ വന്ന് ബ്രേക്കിട്ട് നിന്നു. ദൂരെ എവിടെയോ കാലൻ കോഴിയുടെ കൂവൽ ഉയർന്നു കേട്ടു.